സദ്ഗുരുവേ ശരണം. ഹായ് എവ്രി വൺ. ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് തുടങ്ങിയോ എല്ലാവരും? 24-day ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഡേ 10 ആണിത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുക്കളയിൽ നമുക്ക് എന്തൊക്കെ സംസാരിക്കാം, നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമുക്ക് ഭക്ഷണ സമയത്ത് എന്തൊക്കെ സംസാരിക്കാം, അവരെ ടോയ്ലറ്റിൽ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിനെങ്ങനെ അവരോട് കാര്യങ്ങൾ പറയണം, വീട്ടിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ, ബെഡ് ടൈം, അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ള വളരെ വളരെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് കുറേ പേരുടെ റിക്വസ്റ്റും കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾക്ക് വീട്ടിൽ പറയാനുള്ള ഇംഗ്ലീഷും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനുള്ള സൂപ്പർ ആയിട്ടുള്ള കുറേ ഡയലോഗ്സ് ആണ്. ഇത് ഒരെണ്ണം പോലും നിങ്ങൾ മിസ് ചെയ്യേണ്ട. നിങ്ങളിതെല്ലാം എഴുതിയെടുത്തോളൂ, നന്നായിട്ടിത് പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, സോ ആർ യു റെഡി? Then let's get started. Welcome to English Guru's brand new episode. I am Asha Lada Srijit. അടുക്കളയിൽ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണം, കുട്ടികളുടെ അടുത്ത് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറില്ല. ഇതിനെന്ത് പറയും? അതിനുള്ള സൊല്യൂഷനാണ് ഇതാ ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഡോണ്ട് മിസ് ഇറ്റ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനും നമുക്കിങ്ങനെ സംസാരിക്കാനും ഒക്കെ ഉള്ള എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? അത് അടുക്കളയിൽ നിന്നാണ്, അല്ലേ? നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നത് അടുക്കളയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമുക്ക് തുടങ്ങാം. നമുക്ക് കുക്ക് ചെയ്താലോ? ലെറ്റ്സ് കുക്ക്. ലെറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാട്ടോ. ലെറ്റ്സ് കുക്ക്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഡു ഇറ്റ്. എന്തെങ്കിലും നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് മേക്ക് സംതിങ്. എന്തെങ്കിലും എന്ന് പറയുമ്പോൾ അത് സംതിങ് ആണ്, അല്ലേ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഡിന്നർ, ലെറ്റ്സ് മേക്ക് ഡിന്നർ. ലഞ്ച്, ലെറ്റ്സ് മേക്ക് ലഞ്ച്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് മേക്ക് സംതിങ് ടു ഈറ്റ്. സംതിങ് ടു ഈറ്റ്, കഴിക്കാൻ എന്തെങ്കിലും. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാൻ പോവുക. ഐ എം ഗോയിങ് ടു മേക്ക് സംതിങ് ടു ഈറ്റ്. ഐ എം ഗോയിങ് ടു എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഐ എം ഗോണ മേക്ക് എന്ന് പറഞ്ഞാൽ മതി. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ്? വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ്? അപ്പൊ ഇതുപോലെ നമുക്ക് ഈറ്റ് മാറ്റിക്കഴിഞ്ഞാൽ വാട്ട് ഡു യു വോണ്ട് ടു ഡു? എന്താ നിനക്ക് ചെയ്യേണ്ടത്? നിനക്ക് എന്താ വാങ്ങിക്കേണ്ടത്? വാട്ട് ഡു യു വോണ്ട് ടു ബൈ? ഇനി നമ്മളവിടെ വേറെന്ന് ചേർത്താലോ? എവിടെ നിനക്ക് പോകണം? വേർ ഡു യു വോണ്ട് ടു ഗോ? മനസ്സിലായി? വേർ ഡു യു വോണ്ട് ടു ഗോ? ഇനി എന്തിനാ പോണത്? വൈ ഡു യു വോണ്ട് ടു ഗോ? അങ്ങനെ നമുക്ക് ഓരോ വേർഡ് മാറ്റി കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ സെന്റൻസ് നമുക്ക് മാറ്റാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കും, ഇന്നിപ്പോൾ എന്തുണ്ടാക്കണം? നമുക്ക് ഇന്ന് എന്തുണ്ടാക്കാം, അല്ലെങ്കിൽ ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത്, ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? വാട്ട് ഷുഡ് വി മേക്ക്? വാട്ട് ഷുഡ് വി മേക്ക്? അല്ലെങ്കിൽ വാട്ട് ഷുഡ് ഐ പ്രിപ്പയർ? അല്ലെങ്കിൽ വാട്ട് ഷുഡ് ഐ മേക്ക് എന്ന് ചോദിക്കാം. വാട്ട് ഷുഡ് ഐ എന്നുള്ള അത്രയും വെച്ചുകൊണ്ട് ബാക്കി നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ചോദിക്കാൻ പറ്റും. വാട്ട് ഷുഡ് ഐ ഡു? വാട്ട് ഷുഡ് ഐ സേ? ഞാൻ എന്ത് പറയണം? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് വാങ്ങിക്കണം? വാട്ട് ഷുഡ് ഐ ബൈ? ഇനി അത് അവിടെ നിങ്ങൾ വേറൊന്ന് ചേർത്ത് നോക്കിക്കേ. വേർ ഷുഡ് ഐ ഗോ? ഞാൻ എവിടെ പോകണം? ഞാൻ എന്തിനാ പോകേണ്ടത്? വൈ ഷുഡ് ഐ ഗോ? മനസ്സിലായി? അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ വേർഡ് മാറ്റിയാൽ എന്താണ് അർത്ഥം മാറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അത് ആ ടെക്നിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വിശദമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് പഠിക്കാം. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് വി ഹാവ് ഇൻ ദ ഫ്രിഡ്ജ്. ലെറ്റ്സ് സീ വാട്ട് വി ഹാവ് ഇൻ ദ ഫ്രിഡ്ജ്. വാട്ട് വി ഹാവ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ കുട്ടികളുടെ അടുത്തൊക്കെ ചോദിക്കാം, ഡു യു വോണ്ട് ഹെൽപ്പ് മീ? നിനക്ക് എന്നെ സഹായിക്കണോ? ഡു യു വോണ്ട് ഹെൽപ്പ് മീ? ഡു യു വോണ്ട് ടു ആണ്, അത് വാണ്. ഡു യു വോണ്ട് ഹെൽപ്പ് മീ? ഈ ആക്സെന്റ് നമുക്ക് വേറെ രീതിയിൽ പഠിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് എടുക്കാം. കാരണം അതിന്റെ ഫോക്കസ് വേറെയാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പറയുന്ന രീതിയിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് പറയുന്നത്. ആക്സെന്റ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ അത് മാത്രം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? നമുക്ക് ആരുടെങ്കിലും ചോദിക്കാം, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇപ്പൊ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്ന് ചോദിക്കാൻ നമ്മൾ ഈ ക്യാൻ വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ക്യാൻ യു കം വിത്ത് മീ
എൻ്റെ കൂടെ വരാൻ പറ്റുമോ, അതായത് അവർക്കത് പറ്റുമോ എന്നാണ്. അവർ വരുമോ എന്നല്ല, അവർക്കത് സാധിക്കുമോ, അവരുടെ സാഹചര്യത്തിൽ അവർക്കിപ്പോൾ നിങ്ങളിലൂടെ വരാൻ സാധിക്കുമോ എന്നായി ചോദിക്കുന്നത്. സോ ക്യാൻ യു കം വിത്ത് മീ, ക്യാൻ യു ടെൽ മീ, പറയാൻ പറ്റുമോ എന്നോട്, ക്യാൻ യു ഡു ഇറ്റ്, അത് ചെയ്യാൻ പറ്റുമോ. അപ്പം ശരി, നമുക്കൊന്ന് നോക്കാം എന്താണ് ക്യാബിനറ്റിലുള്ളതെന്ന്. കിച്ചൺ ക്യാബിനറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു ഷെൽഫ് പോലെ അടച്ചിട്ടുള്ള ഒരു സാധനം, അടപ്പൊക്കെ ഉള്ള ഒരു സാധനം. ആ അടപ്പൊക്കെ ഉള്ള ഒരു അലമാര പോലത്തെ സാധനം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ലെറ്റ് സീ വാട്ട് വി ഹാവ് ഇൻ ദ ക്യാബിനറ്റ്. ക്യാബിനറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് അധികമൊന്നും ഇല്ല കേട്ടോ, പക്ഷേ നമുക്ക് കുറച്ചേ ഉള്ളൂ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാന്ന് വെച്ചാൽ വി ഡോണ്ട് ഹാവ് മച്ച്. നമുക്ക് അരിയൊന്നും ഇപ്പോൾ അധികം ഇല്ല, വി ഡോണ്ട് ഹാവ് മച്ച്. എന്തും സാധനമൊക്കെ കുറഞ്ഞിരിക്കുകയാണ്, നമുക്ക് ഇനി വാങ്ങിക്കേണ്ട സമയമായി എന്നുള്ള അർത്ഥത്തിൽ വി ഡോണ്ട് ഹാവ് മച്ച്. കഴിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. വി ഹാവ് സോ മച്ച് സ്റ്റഫ് ടു ഈറ്റ്. വി ഹാവ്, നമുക്കുണ്ട്, സോ മച്ച് സ്റ്റഫ്, ഒരുപാട് സാധനങ്ങൾ, ടു ഈറ്റ്. ഇപ്പം ചിലപ്പോൾ നമുക്ക് പറയാം സ്പൂൺ ഒന്ന് എടുത്തു തരാമോ, ആ പ്ലേറ്റ് ഒന്ന് എടുത്തു തരാമോ. ആ സ്പൂൺ ഒന്ന് എടുത്തു തരാൻ പറ്റുമോ, ആ ടവൽ എടുത്തു തരാൻ പറ്റുമോ, ആ പ്ലേറ്റ് എടുത്തു തരാൻ പറ്റുമോ, എങ്ങനെ ചോദിക്കും? ക്യാൻ യു ഹാൻഡ് മീ ദാറ്റ് സ്പൂൺ. ഹാൻഡ് മീ എന്നാണ് പറയുക, എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ഇങ്ങനെയാണ്, ക്യാൻ യു ഹാൻഡ് മീ ദാറ്റ് സ്പൂൺ, ദാറ്റ് ടവൽ, ദാറ്റ് പ്ലേറ്റ്, എക്സെട്ര. ഇവിടെ ഗിവ് മീ എന്ന് ചോദിക്കുന്നതിനേക്കാളും ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് ഹാൻഡ് മീ എന്നാണ്. പക്ഷെ അത് ഇങ്ങോട്ടൊന്ന് എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവരുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം നമുക്ക് സ്വന്തമായിട്ട് തരാനല്ലല്ലോ. അപ്പോൾ ഇവിടെ ക്യാൻ യു ഹാൻഡ് മീ. ഇനി ദാ ഒരു കപ്പ്, ഹിയർ ഇസ് എ കപ്പ്, ഹിയർ ഇസ് എ കപ്പ്, ദാ ഒരു കപ്പ്. അതുപോലെ തന്നെ ഹിയർ ഇസ് എ സ്പൂൺ, ഹിയർ ഇസ് എ ബൗൾ, ഹിയർ ഇസ് എ ടവൽ, എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെ പറയാം. ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ ദാ, നിനക്ക് ആ അവൻ ഒന്ന് ഓൺ ചെയ്ത് തരാമോ, ക്യാൻ യു ടേൺ ഓൺ ദി അവൻ ഫോർ മീ, എനിക്ക് വേണ്ടി അതൊന്ന് ഓൺ ചെയ്ത് തരൂ. കാരണം നമ്മളൊരു ഹെൽപ്പ് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഫോർ മീ എന്ന് കൂടെ അവിടെ ചേർക്കുന്നത്. ക്യാൻ യു ടേൺ ഓൺ ദി അവൻ ഫോർ മീ. ആ സിങ്കിൻ്റെ അടിയിലിരിക്കുന്ന ആ പാത്രം ഒന്ന് എടുക്കാമോ. അപ്പം എങ്ങനെ ചോദിക്കും? ക്യാൻ യു ഗ്രാബ് ദ പോട്ട് അണ്ടർ ദ സിങ്ക്. ക്യാൻ യു ഗ്രാബ്, ഗ്രാബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം എടുക്കുന്നതിനാണ് ഈ ഗ്രാബ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻ യു ഗ്രാബ് ദ പോട്ട് അണ്ടർ ദ സിങ്ക്. ഞാൻ ആ റെസിപ്പി ഫോളോ ചെയ്യാൻ പോവാം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും, ആ റെസിപ്പി ഞാൻ ഫോളോ ചെയ്യാൻ പോവാം. ഐ എം ഗോണ ഫോളോ എ റെസിപ്പി. ദാറ്റ് റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ഐ എം ഗോണ ഫോളോ ദാറ്റ് റെസിപ്പി എന്ന്. അല്ലെങ്കിൽ ഐ എം ഗോണ ഫോളോ എ റെസിപ്പി, ഞാൻ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ പോവാണ്, ഏതെങ്കിലും ഒരെണ്ണം. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. നമുക്ക് അറിയില്ല, പക്ഷെ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അതിന് ഇംഗ്ലീഷുകാർ പറയുന്നത് എങ്ങനെയാണ്? ഐ എം ഗോണ വിങ് ഇറ്റ്, വിങ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഐ എം ഗോണ ട്രൈ ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അവരുടെ ഒരു സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഐ എം ഗോണ വിങ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ടെസ്റ്റിന് വേണ്ടി നന്നായിട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്, നമ്മൾ അങ്ങനെ പറയില്ലേ? ഐ ഡിഡ്ന്റ് സ്റ്റഡി ഫോർ ദ ടെസ്റ്റ് പ്രോപ്പർലി, ഐ ജസ്റ്റ് വിങ് ഇറ്റ്. ഐ ജസ്റ്റ് വിങ് ഇറ്റ്. ഞാൻ എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കാൻ പോവാണ്. ഐ എം ഗോണ മേക്ക് സംതിങ് ന്യൂ. ഐ എം ഗോണ മേക്ക് സംതിങ് ന്യൂ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഏതെങ്കിലും സാധനങ്ങളിൽ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. പുതിയതൊന്നും പരീക്ഷിക്കാൻ വയ്യ, എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ ഏതെങ്കിലും ഒന്ന്. ഐ എം ഗോണ മേക്ക് വൺ ഓഫ് ദ സെയിം തിങ്സ് ദാറ്റ് ഐ ഓൾവേസ് മേക്ക്. വൺ ഓഫ് ദ തിങ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്നെന്ന്. വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ ഓൾവേസ് മേക്ക്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ ഒന്ന്. കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൈകൾ കഴുകണം. കുട്ടികളുടെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ബിഫോർ വി കുക്ക് വി ഹാവ് ടു വാഷ് അവർ ഹാൻഡ്സ്. വി ഹാവ് ടു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് ചെയ്തേ പറ്റൂ. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൈ കഴുകണം. ബിഫോർ വി കുക്ക് വി ഹാവ് ടു വാഷ് അവർ ഹാൻഡ്സ്. ഇപ്പോൾ ഉപദേശമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, അതിന് ഇന്ന ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, ചില ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അതിന് ഓപ്ഷൻ ഇല്ല, നമ്മൾ കൈ കഴുകിയേ പറ്റൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. ഇപ്പോൾ പൈപ്പ് തുറക്കണം, അപ്പോൾ എന്താ പറയുക? പൈപ്പ് തുറക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ടേൺ ഓൺ ദ വാട്ടർ. ടേൺ ഓൺ ദി വാട്ടർ. ടാപ്പ് തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ടേൺ ഓൺ ദി വാട്ടർ. കുറച്ച് സോപ്പ് ഉപയോഗിക്കുക. യൂസ് എ ലിറ്റിൽ സോപ്പ്. യൂസ് എ ലിറ്റിൽ സോപ്പ്. കുറച്ച് സോപ്പ് നമ്മുടെ കയ്യിൽ എടുക്കണം. പുട്ട് എ ലിറ്റിൽ സോപ്പ് ഓൺ അവർ ഹാൻഡ്സ്. പുട്ട് എ ലിറ്റിൽ സോപ്പ് ഓൺ അവർ ഹാൻഡ്സ്. കൈ നന്നായിട്ട് തുടയ്ക്ക്. ഡ്രൈ ഓഫ് യുവർ ഹാൻഡ്സ്. ഡ്രൈ ഓഫ് യുവർ ഹാൻഡ്സ്. നമുക്ക് കൈ തുടയ്ക്കാം. ലെറ്റ്സ് ഡ്രൈ ഓഫ് അവർ ഹാൻഡ്സ്. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ചേർക്കുന്നു. നമുക്ക് തുടയ്ക്കാം എന്നുള്ളത് നമ്മളിങ്ങനെ ഒരു സജഷൻ പോലെ പറയും, ലെറ്റ്സ് ഡ്രൈ ഓഫ് അവർ ഹാൻഡ്സ്. ആ കട്ടിംഗ് ബോർഡ് നമുക്കൊന്നിങ്ങ് എടുക്കാം. ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ദ കട്ടിംഗ് ബോർഡ്. ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ദി കട്ടിംഗ് ബോർഡ്.
ഇപ്പം ഷെൽഫിലൊക്കെ ഇരിക്കുന്ന ആ കട്ടിംഗ് ബോർഡ് അവിടെ നിന്ന് എടുക്കാം. ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ദി കട്ടിംഗ് ബോർഡ്. നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ലെറ്റ്സ് ചോപ്പ് അപ്പ് ദ വെജിറ്റബിൾസ് ആൻഡ് സെറ്റ് ദം ടു ദ സൈഡ്. നമുക്കിതൊരു ബൗളിൽ ഇടാം. ലെറ്റ്സ് പുട്ട് ദീസ് ഇൻ എ ബൗൾ. ലെറ്റ്സ് പുട്ട് ദീസ് ഇൻ എ ബൗൾ. ആ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യാമോ? ക്യാൻ യു സെറ്റ് ദ ടേബിൾ പ്ലീസ്? ക്യാൻ യു സെറ്റ് ദ ടേബിൾ പ്ലീസ്? ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ടേബിൾ ക്ലിയർ ചെയ്യണം. കുട്ടികളുടെ അടുത്ത് നമുക്ക് പറയാം, ക്യാൻ യു ക്ലിയർ ദ ടേബിൾ പ്ലീസ്? ക്യാൻ യു ക്ലിയർ ദ ടേബിൾ എന്നാണ് പറയുക. എല്ലാ പാത്രവും എല്ലാം കൊണ്ടുപോയി ടേബിൾ ക്ലിയർ ആക്കുക. ക്യാൻ യു ക്ലിയർ ദ ടേബിൾ പ്ലീസ്? ടേബിൾ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാമോ? നമ്മൾ പറയില്ലേ തുടയ്ക്കണമെന്ന്. ക്യാൻ യു വൈപ്പ് ഡൗൺ ദ ടേബിൾ പ്ലീസ്? ക്യാൻ യു വൈപ്പ് ഡൗൺ ദ ടേബിൾ പ്ലീസ്? ഇനി ഊണ് കഴിക്കുന്ന സമയമാണ്. നമ്മൾ ടേബിളിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ടേബിളിൽ എത്തി, കഴിക്കാൻ സമയമായി. ടൈം ടു ഈറ്റ്, ഇറ്റ്സ് ടൈം ടു ഈറ്റ്. എല്ലാവരുടെ അടുത്തും പറയാം അങ്ങനെ. ടൈം ടു ഈറ്റ്, ഇറ്റ്സ് ടൈം ടു ഈറ്റ്. ഇതിലേതെങ്കിലും പറഞ്ഞാൽ മതി. എല്ലാവരും വരൂ, ടേബിളിലേക്ക് വരൂ. കം ടു ദ ടേബിൾ പ്ലീസ്. ഇല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എല്ലാവരും വരൂ, ഇരിക്കൂ. സിറ്റ് അറ്റ് ദ ടേബിൾ പ്ലീസ്. എല്ലാവരും കഴിക്കാൻ നമ്മൾ വിളിക്കില്ലേ, ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ എല്ലാവരും ഇരിക്കുകയായിരിക്കും. അവരെ ഡൈനിങ് ടേബിളിലേക്ക് വിളിക്കുകയാണ്. സിറ്റ് അറ്റ് ദ ടേബിൾ പ്ലീസ്. സിറ്റ് അറ്റ് ദ ടേബിൾ പ്ലീസ്. ഇനിയിപ്പോൾ കുട്ടികളാണെങ്കിൽ നമുക്ക് അവരോട് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണേ. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ വി ഈറ്റ്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ വി ഈറ്റ്. നിങ്ങൾ കൈ കഴുകിയോ? ഡിഡ് യു വാഷ് യുവർ ഹാൻഡ്സ്? ഡിഡ് യു വാഷ് യുവർ ഹാൻഡ്സ്? അല്ലെങ്കിൽ ഹാവ് യു വാഷ്ഡ് യുവർ ഹാൻഡ്സ്? ഇപ്പം കൈ കഴുകിയോ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഹാവ് യു വാഷ്ഡ് യുവർ ഹാൻഡ്സ്. ചിലർ നേരത്തെ കൈ കഴുകി അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഡിഡ് യു വാഷ് യുവർ ഹാൻഡ്സ് എന്ന് ചോദിച്ചു. ഈ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമോ? ക്യാൻ യു ഹെൽപ്പ് സെറ്റ് ദ ടേബിൾ? ക്യാൻ യു ഹെൽപ്പ് സെറ്റ് ദ ടേബിൾ? സിറ്റ് ഇൻ യുവർ ചെയർ. കസേരയിൽ ഇരിക്കൂ. സിറ്റ് ഓൺ യുവർ ബൂസ്റ്റർ സീറ്റ്. നിങ്ങൾക്ക് വെള്ളം വേണോ അതോ മിൽക്ക് വേണോ? ഡു യു വോണ്ട് വാട്ടർ ഓർ മിൽക്ക്? എന്താ കുടിക്കാൻ വേണ്ടത്? വാട്ട് ഡു യു വോണ്ട് ടു ഡ്രിങ്ക്? ശ്രദ്ധിച്ച്, ചൂടാണേ. ബി കെയർഫുൾ, ഇറ്റ്സ് ഹോട്ട്. ബി കെയർഫുൾ, ഇറ്റ്സ് ഹോട്ട്. തണുക്കാൻ അത് നന്നായിട്ടൊന്ന് ഊതിക്കോളും. ബ്ലോ ഓൺ ഇറ്റ് ടു കൂൾ ഇറ്റ് ഡൗൺ. ബ്ലോ ഓൺ ഇറ്റ് ടു കൂൾ ഇറ്റ് ഡൗൺ. ബ്ലോ ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഊതുക, അതിൻ്റെ പുറത്ത് ഊതാൻ, അത് തണുക്കാൻ വേണ്ടി. പക്ഷേ ഈ ഊതുന്നത് നല്ലതല്ല എന്നാണ് ഹെൽത്ത് വൈസ് പറയുന്നത്. കാരണം നമ്മൾ ഊതുമ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ നമ്മുടെ ആ ഒരു ഇമ്പ്യൂരിറ്റീസ് എല്ലാം പുറത്തേക്ക് നമ്മൾ ഊതിക്കളയുകയാണ്. അപ്പോൾ അത് നമ്മുടെ നേരെ ഫുഡിലേക്ക് അതിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഫുഡിലൊക്കെ ഊതരുതെന്ന് പറയല്ലോ. ഊതി നമ്മൾ കുടിക്കില്ലേ, അത് പാടില്ല എന്ന് എൻ്റെ അടുത്ത് ഒരു അമ്മ പറഞ്ഞു തന്നത്. ഒരു ആശ്രമത്തിൽ ഒരു പ്രായമായ ഒരു അമ്മ, ഞാനിങ്ങനെ അവിടുന്ന് ചായ ഇങ്ങനെ കുടിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ ഊതി കുടിച്ചപ്പോൾ പക്ഷേ ഇതുപോലെ അറിയില്ലേ, ഊതി കുടിക്കരുതെന്ന് അറിയില്ലേ, നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളല്ലേ എന്ന് ആ അമ്മൂമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു. ഒരു പഴയ ഒരു പാവം ഒരു അമ്മൂമ്മയാണ്. പക്ഷെ അവർ ഇന്നസെൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഞാൻ തന്നെ ചമ്മിപ്പോയി. നമ്മളെല്ലാം ഇങ്ങനെ ഊതി കുടിക്കും. ഇപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ എന്തായാലും ബ്ലോ ഓൺ ഇറ്റ് ടു കൂൾ ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ കിട്ടിയാലേ പിള്ളേർ വാരി വിഴുങ്ങും. അപ്പോൾ നമുക്ക് പറയാം ടേക്ക് സ്മോൾ ബൈറ്റ്സ്. ചെറുതായിട്ട് കടിച്ചു കഴിക്കുക. ടേക്ക് സ്മോൾ ബൈറ്റ്. ചെറിയ പീസായിട്ട് നിങ്ങൾ കഴിക്കണം. ശ്രദ്ധിച്ച് ചവച്ച് കഴിക്കണേ. ച്യൂ കെയർഫുള്ളി. ച്യൂ കെയർഫുള്ളി. ച്യൂ എന്ന് പറഞ്ഞാൽ ചവയ്ക്കുക. വാ നിറയെ ഭക്ഷണം ഇരിക്കുമ്പോൾ സംസാരിക്കരുത്. ഡോണ്ട് ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ. മൗത്ത് ഫുൾ ആയിരിക്കുമ്പോൾ സംസാരിക്കരുത്. ഡോണ്ട് ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ. ശ്രമിച്ചു നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. ചിലപ്പോൾ കറികളൊന്നും പിള്ളേർ കഴിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ പറയാം, ട്രൈ ഇറ്റ്, യു മൈറ്റ് ലൈക്ക് ഇറ്റ്. ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ഇഷ്ടമാവും. യു മൈറ്റ് ലൈക്ക് ഇറ്റ്. അതായത് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതിനാണ് ഈ മൈറ്റ് ഉപയോഗിക്കുന്നത്. നമ്മളെങ്ങനെ ശ്രമിച്ചു നോക്കാതെ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതെ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം ഇഷ്ടമാണോ അല്ലേ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പിള്ളേരുടെ അടുത്ത് പറയേണ്ടി വരും, ഇല്ലേ? വി ഡോണ്ട് നോ ഇഫ് യു ലൈക്ക് സംതിങ് അൺടിൽ വി ട്രൈ ഇറ്റ്. വി ഡോണ്ട് നോ, നമുക്കറിയില്ല. ഇഫ് യു ലൈക്ക് സംതിങ്, നമുക്ക് എന്തെങ്കിലും ഇഷ്ടമാണോ എന്ന്, അൺടിൽ വി ട്രൈ ഇറ്റ്. നമ്മളത് ട്രൈ ചെയ്യുന്നത് വരെ നമുക്കറിയില്ലല്ലോ നമുക്കത് ഇഷ്ടാവുമോ എന്ന്. കുറച്ചുകൂടെ വേണോ? ഡു യു വോണ്ട് സം മോർ? സം മോർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി. ഡു യു വോണ്ട് സം മോർ? കുറച്ചുകൂടെ വെള്ളം വേണോ? വുഡ് യു ലൈക്ക് സം മോർ വാട്ടർ? വുഡ് യു ലൈക്ക് സം മോർ വാട്ടർ? ആ ടവൽ ഉപയോഗിക്കൂ. ഇപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് മസ്റ്റാണ് അവരുടെ മടിയിൽ അല്ലെങ്കിൽ അവർ ഇവിടെ ഈ കഴുത്തിലൊക്കെ നാപ്കിൻ കെട്ടിയിട്ടാണ് അവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. യൂസ് യുവർ നാപ്കിൻ പ്ലീസ്. യൂസ് യുവർ നാപ്കിൻ പ്ലീസ്. ഇപ്പോൾ പ്ലേറ്റിൽ നിന്നൊക്കെ പുറത്ത് കളഞ്ഞ് പിള്ളേർ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ലെറ്റ്സ് ട്രൈ ടു കീപ് ദ ഫുഡ് ഓൺ ദ പ്ലേറ്റ്. നമുക്ക് പ്ലേറ്റിൽ തന്നെ ഈ ഭക്ഷണം നിർത്താൻ നമുക്ക് നോക്കാം. അതായത് പുറത്ത് പോവാതെ നോക്കാനാണ്. ലെറ്റ്സ് ട്രൈ ടു കീപ് ദ ഫുഡ് ഓൺ ദ പ്ലേറ്റ്. ഇത് കൊള്ളാമോ? ഇസ് ഇറ്റ് ഗുഡ്? കൊള്ളാമോ? ഇസ് ഇറ്റ് ഗുഡ്? ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ഇറ്റ്? ഡു യു ലൈക്ക് ഇറ്റ്? ഇഷ്ടപ്പെട്ടോ? നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ട്രൈ ചെയ്തല്ലോ, അത് എനിക്ക് വളരെ ഹാപ്പിയാണ്. ഇറ്റ്സ് ഓക്കെ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ എം ഹാപ്പി യു ട്രൈഡ് ഇറ്റ്.
അതാണ് നമ്മൾ എല്ലാവരോടും പറയേണ്ടത്. ഇറ്റ്സ് ഓക്കെ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല, നമ്മൾക്ക് ഒരു പ്രശ്നവും. നമ്മൾ ഹാപ്പിയാണ് അവരത് ട്രൈ ചെയ്തല്ലോ എന്ന് നമ്മൾ പറയണം. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞോ? ആർ യു ഓൾ ഡൺ? അതിപ്പോൾ ഏതെങ്കിലും ജോലി എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ ആർ യു ഓൾ ഡൺ എന്ന് ചോദിക്കാം. അപ്പോൾ കഴിച്ചു കഴിഞ്ഞോ എന്ന് മാത്രമല്ല, വേറെ എന്ത് ജോലി ആയാലും ആർ യു ഓൾ ഡൺ. ഇനി കുട്ടികളുടെ മുഖമൊക്കെ തുടച്ചു കൊടുക്കണമല്ലോ, അപ്പോൾ അവരെ വിളിച്ചിട്ട് പറയാം ലെറ്റ്സ് വൈപ്പ് യുവർ ഫേസ് ആൻഡ് മൗത്ത്. കൈയും മുഖമൊക്കെ കുട്ടികൾക്ക് തുടച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് അവരെ വിളിച്ചിട്ട് പറയാം ലെറ്റ്സ് വൈപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് തുടച്ചു കൊടുക്കുക കൈയും മുഖമൊക്കെ. ലെറ്റ്സ് വൈപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ്. നമുക്ക് എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ലെറ്റ്സ് ഓൾ ഹെൽപ്പ് ക്ലീൻ. ലെറ്റ്സ് ഓൾ ഹെൽപ്പ് ക്ലീൻ. ഇന്ന് നീ ഒരു പുതിയ സാധനമാണ് ഇന്ന് ട്രൈ ചെയ്തത്. പുതിയ ഒരു ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം യു ട്രൈഡ് സംതിങ് ന്യൂ ടുഡേ. യു ട്രൈഡ് സംതിങ് ന്യൂ ടുഡേ. അപ്പം ശരി, ഇപ്പം ഡിന്നറൊക്കെ കഴിഞ്ഞു, ഇനി കുളിക്കാനുള്ള സമയം. കിടക്കുന്നതിന് മുമ്പ് മേല് കഴുകാനായിട്ട് ഇങ്ങനെ പറയാം. ഓക്കെ, ആഫ്റ്റർ ഡിന്നർ ഇറ്റ്സ് ടൈം ഫോർ യുവർ ബാത്ത്. ഓക്കെ, ആഫ്റ്റർ ഡിന്നർ ഇറ്റ്സ് ടൈം ഫോർ യുവർ ബാത്ത്. പക്ഷെ ആക്ച്വലി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുളിക്കുന്നത് അത്ര ഹെൽത്ത് വൈസ് നല്ലതല്ല. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ കുളിപ്പിച്ച് വൈകുന്നേരം എല്ലാം കുളിച്ച് അത് കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞ് പിന്നെ വായും പല്ലൊക്കെ കഴുകിയിട്ട് കിടന്നാൽ മതിയല്ലോ, പല്ലൊക്കെ തേച്ചിട്ട് കിടന്നാൽ മതി. അപ്പോൾ ഇതിൽ ഏത് സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ, അതായത് എന്താണ് നമ്മൾ കിടക്കുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് സംസാരിക്കേണ്ടത്, അതുപോലെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളോട് പറയേണ്ടത്, അതുപോലെ നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കുറേ കൂടി ഡയലോഗ്സ് ഉണ്ട്. അത് ഈ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, ഇപ്പം തന്നെ നമുക്ക് കുറേ നേരമായില്ലേ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ എല്ലാ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് ഞാനിവിടെ പോസ്റ്ററായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ചേരാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. സദ്ഗുരുവേ ശരണം.